When 8 Bells Toll by Alistair MacLean. എല്ലാവർക്കും നമസ്കാരം. Chapter 6, Wednesday 8:40 PM to 10:40 PM. എഞ്ചിൻ റൂമിൽ ചീഫ് കീഴ്പ്പെടുത്തിയ ആ കുറ്റവാളിയെ കാൽവത്ത് ഒരു കസേരയിലേക്ക് ചേർത്തി കെട്ടി. അതിനുശേഷം ആ കസേര അവിടെ നിന്ന് ജനറേറ്റർ സെറ്റിനോട് ചേർത്തിയും കെട്ടി. അയാളുടെ കൈ മാത്രം ഫ്രീ ആക്കിയിരുന്നു. പക്ഷെ ഒരിക്കലും അയാൾക്ക് ആ കെട്ടുകൾ അഴിക്കാൻ പറ്റുമോ ഒരിക്കലും അയാൾക്ക് ആ കെട്ടുകൾ അഴിക്കാനോ ആയുധം എടുക്കാനോ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. ജസ്റ്റ് അവിടെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ഇരിപ്പുണ്ട്, അതുകൊണ്ട് ആ മുഖം തുടയ്ക്കാം, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ കാൽവർട്ട് അവരുടെ കപ്പലിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. അത് ഷാങ്ക്രില യാർഡിന് സമീപത്തേക്ക് നീങ്ങി. ഏകദേശം 200 മീറ്റർ ദൂരെ വെച്ച് കാൽവർട്ട് എൻജിൻ ഓഫ് ചെയ്തു. അതിനുശേഷം ഡിങ്കി ബോട്ടിൽ അദ്ദേഹവും ചീഫും കൂടി ഷാങ്ക്രില യാർഡിൻ്റെ അടുത്തേക്ക് നീങ്ങി. യാർഡിനടുത്തെത്തിയ ആ ഡിങ്കി ബോട്ടിന് നേരെ സ്കൗറയുടെ ഒരു പരിചാരകൻ ഓടി വന്നു. ആ സമയത്ത് ചീഫ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, എനിക്ക് മിസ്റ്റർ സ്കൗറയെ ഒന്ന് കാണാൻ പറ്റുമോ? ആ പരിചാരകൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. സാർ ഉച്ചയ്ക്ക് വന്ന അഡ്മിറൽ ആർഫർഡ് ജാൻസൺ. ചീഫ് ഒന്ന് ചിരിച്ചുകൊണ്ട് ഷാങ്ക്രിലയിലേക്ക് കയറി. കാൽവർട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു, ഡിങ്കി ബോട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ചീഫും ആ പരിചാരകനും കണ്ണിൽ നിന്ന് പറഞ്ഞപ്പോൾ കാൽവർട്ട് പുറത്തിറങ്ങി ആ യാട്ടിനകത്തൂടെ എന്തോ അന്വേഷിച്ചുകൊണ്ട് നടന്നു. ഏതാനും സെക്കൻഡുകൾക്കകം അദ്ദേഹത്തിന് സംഭാഷണങ്ങളൊക്കെ കേൾക്കാൻ കഴിയുകയാണ്. മതി കുറച്ച് ചീഫിൻ്റെ ശബ്ദമാണ്. സോഡ കഴിച്ചാൽ മതി. അകത്ത് സ്കൗറയുടെ ആതിഥ്യം ചീഫ് സ്വീകരിക്കുകയാണെന്ന് കാൽവർട്ട് മനസ്സിലാക്കി. കാൽവർട്ട് പെട്ടെന്ന് അതിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കിടന്നു. കിടക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, മേ ബി എക്സ്ക്യൂസ്ഡ് സ്കൗറാസ്. കാൽവർട്ടിനെ നോക്കി അത്ഭുതപ്പെട്ടു. താങ്കൾക്ക് ഇദ്ദേഹത്തെ അറിയാമോ? ചീഫിനോടാണ് ചോദിച്ചത്. ചീഫ് പറഞ്ഞു, അറിയാം, എൻ്റെ സഹപ്രവർത്തകൻ, യുനെസ്കോയിലെ എൻ്റെ സബോർഡിനേറ്റ്. ചീഫ് സ്വയം പരിചയപ്പെടുത്തിയിരിക്കുന്ന യുനെസ്കോയിലെ ഒരു സീനിയർ ഓഫീസർ എന്നാണ്. യുനെസ്കോയുടെ ഒരു ഭാഗമായിട്ട് മറൈൻ ബയോളജിയുടെ ഒരു ഡിവിഷനുണ്ട്. അതിൻ്റെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ലെക്ചറാണ് പീറ്റേഴ്സൺ. ഒരുപാട് രാജ്യങ്ങളിൽ അദ്ദേഹം ലെക്ചർ നടത്തിയിട്ടുണ്ട്. കാൽവർട്ട് മനസ്സിൽ വിചാരിച്ചു, നടത്തിയിട്ടുണ്ട്, ലെക്ചറല്ല എന്ന് മാത്രം. പല സീക്രട്ട് മിഷൻസും കാൽവർട്ട് നടത്തിയിട്ടുണ്ട്. ചീഫ് വീണ്ടും പറഞ്ഞു, ഞങ്ങൾക്ക് താങ്കളുടെ ഒരു സഹായം ആവശ്യമുണ്ട്, അതിനാണ് ഇപ്പോൾ പെട്ടെന്ന് വന്നത്. സ്കൗറ ചോദിച്ചു, എന്താ? കാൽവർട്ടിൻ്റെ സഹപ്രവർത്തകൻ എൻ്റെ ഹൺസ്ലെറ്റിനെ കാണാനില്ലേ? സ്കൗറ വളരെ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്. ഉടനെ അദ്ദേഹം പരിചാരകരെ വിളിച്ചു, അന്വേഷിക്കാൻ പറഞ്ഞു. അല്പം കഴിഞ്ഞ് പോയവരൊക്കെ തിരിച്ചു വന്നു പറഞ്ഞു, എവിടെയും കണ്ടതായിട്ട് ഞങ്ങൾക്കറിയില്ല. അല്പം കഴിഞ്ഞ് അവരവിടെ നിന്ന് പിരിഞ്ഞു. പുറത്തിറങ്ങി ഡിങ്കി ബോട്ടിലേക്ക് കയറാൻ തുടങ്ങിയ കാൽവർട്ട് പെട്ടെന്ന് കാൽ വഴുതി കടലിലേക്ക് വീണു. അവിടെ നിന്ന് അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് നീന്തി ഡിങ്കി ബോട്ടിൽ വന്ന് കയറി. അപ്പോഴേക്കും ചീഫും ഡിങ്കി ബോട്ടിലേക്ക് കയറിയിരുന്നു. ഫാർക്രസ്റ്റിൽ കയറിയ സമയത്ത് കാൽവർട്ട് പറഞ്ഞു, ഞാനവിടെ സ്ലിപ്പായി വീണതല്ല, മനഃപൂർവ്വം വീണതാണ്. എന്തിന്? കടലിൻ്റെ അടിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരുമ്പോൾ ഞാനൊരു ബോട്ടിൻ്റെ അടിവശത്താണ് എത്തിയത്. ആ ബോട്ട് പിന്നീട് കാണുമ്പോൾ തിരിച്ചറിയാനായി ഞാൻ അതിൻ്റെ അടിവശത്തായിട്ട് നൈഫ് കൊണ്ടൊരു മാർക്കിംഗ് ഇട്ടിരുന്നു. അതേ മാർക്കിംഗ് അവരുടെ ടെൻഡർ ബോട്ടിലുണ്ടോ എന്ന് നോക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. എന്നിട്ട് ഞാനിട്ട പോലെയുള്ള മാർക്കിംഗ് ഞാനിട്ട അതേ സ്ഥലത്ത്, അതായത് അവിടെ എനിക്ക് നേരെ ഷൂട്ട് ചെയ്തവർ വന്നിരുന്നത് ആ ടെൻഡർ ബോട്ടിലായിരുന്നു. താങ്കൾ ഇപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ട ആ കറുത്ത് തടിച്ച മനുഷ്യൻ, അയാൾ ഉച്ചയ്ക്ക് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല. താങ്കൾക്ക് എങ്ങനെ അറിയാം? അയാളായിരുന്നു ക്യാപ്റ്റൻ ഇമ്രി. അയാളുടെ നേതൃത്വത്തിലാണ് ആ ടെൻഡർ ബോട്ട് അവിടെ വന്നിരുന്നത്. കാൽവർട്ട് വീണ്ടും പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ആ റൂമിലേക്ക് കയറി വന്നപ്പോൾ
എല്ലാവരുടെയും മുഖത്ത് ഒരു അത്ഭുതവും ആശ്ചര്യവും താങ്കൾ ശ്രദ്ധിച്ചു. അത് താങ്കൾ പെട്ടെന്ന് കയറി വന്നപ്പോൾ അല്ല, അവർ മരിച്ചു എന്ന് ഉറപ്പിച്ച ഞാൻ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അവരെല്ലാം ഒന്ന് അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ് സത്യം. കാൽവർട്ട് പുറത്തിറങ്ങി ആങ്കർ ചെയിനിൽ ബന്ധിച്ച് ആ ഡിങ്കി ബോട്ട് കപ്പലിൻ്റെ മുകളിലേക്ക് വലിച്ചു കയറ്റി. അതിനിടയിൽ പെട്ടെന്ന് വെള്ളത്തിൽ ചില ശബ്ദങ്ങൾ കാൽവർട്ട് ശ്രദ്ധിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ശക്തമായ മഴയുടെ ഇടയിൽ പോലും കാൽവർട്ടിന് മനസ്സിലായി, ഒരു സ്ത്രീ ശബ്ദമാണ് ആ കേൾക്കുന്നത്. രക്ഷിക്കണേ എന്നുള്ള രീതിയിലുള്ള ഒരു സ്ത്രീ ശബ്ദം. കാൽവർട്ട് മുകളിൽ നിന്ന് താഴേക്ക് വന്നു. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പക്ഷെ ഒരു വെളിച്ചവും അദ്ദേഹം ഓൺ ചെയ്തില്ല, ടോർച്ച് പോലും പ്രകാശിപ്പിച്ചില്ല. ആ ശബ്ദം അവരുടെ കപ്പലിനടുത്തടുത്തേക്ക് വന്നു. ഒടുവിൽ ആ ശബ്ദത്തിൻ്റെ ഉടമയെ കാൽവർട്ട് തിരിച്ചടഞ്ഞു. അത് സ്കൗറയുടെ വൈഫ്, ലേഡി സ്കൗറ എന്നെല്ലാവരും ബഹുമാനത്തോടെ വിളിക്കുന്ന ഷാർലറ്റ് എന്ന സ്ത്രീയായിരുന്നു. കാൽവർട്ട് അവരെ പിടിച്ച് കപ്പലിലേക്ക് കയറ്റി. അപ്പോഴേക്കും ചീഫും അവിടേക്ക് വന്നിരുന്നു. ചീഫ് ചോദിച്ചു, ലേഡി സ്കൗറ, വണ്ടർഫുൾ, ഇതെന്താ ഈ സമയത്ത് ഇവിടെ? അവര് വളരെ പ്രയാസപ്പെട്ട് പറഞ്ഞു, ഞാനിനി ലേഡി സ്കൗറ അല്ല, ഷാർലറ്റ് മെയിൻ, അത്രയേ ഉള്ളൂ. ഞാൻ ആ ബന്ധം അവസാനിപ്പിക്കുകയാണ്. തൽക്കാലം ഞാനിവിടെ അഭയം തേടി വന്നതാണ്. ചീഫ് ആശ്ചര്യത്തോടെ അവരെ നോക്കുകയാണ്. ഞങ്ങളുടെ യാട്ടിൽ പല അരുതാത്ത ചർച്ചകളും നടക്കുന്നുണ്ട്. അത് കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ എല്ലാവരെയും കാണാനൊക്കെ എന്നെ അവിടെ ഇരുത്തുമെങ്കിലും പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ ഉടനെ എന്നെ എൻ്റെ റൂമിലേക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നെ പറഞ്ഞു വിടും. അതുകൊണ്ട് ഇന്ന് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ റൂമിലേക്ക് പോകാതെ പുറത്തു വന്ന് അവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു. താങ്കൾ യുനെസ്കോ ഓഫീസർ അല്ല എന്നാണ് ക്യാപ്റ്റൻ ഇമ്രിയുടെ അഭിപ്രായം. ക്യാപ്റ്റൻ ഇമ്രി പറയുന്നത് താങ്കൾ യുനെസ്കോയിലെ ഓഫീസറാണെങ്കിൽ ക്യാപ്റ്റൻ ഇമ്രി ബ്രിട്ടീഷ് കിങ് ആണെന്നാണ് പറയുന്നത്. അത്രയും അയാൾക്ക് ഉറപ്പായിരിക്കുന്നു. ഈ സംസാരിക്കുന്നതിനിടയിൽ അവർ അതികഠിനമായ തണുപ്പ് കൊണ്ട് വിറക്കിയായിരുന്നു. ചീഫ് പെട്ടെന്ന് കാൽവർട്ടിനോട് പറഞ്ഞു, അവർക്ക് കുറച്ച് ബ്രാൻഡി കൊടുക്ക്. ബ്രാൻഡി ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതിനിടയിൽ കാൽവർട്ട് ആലോചിച്ചു, ഇങ്ങനെ പോയാൽ ഞാനിനി ദാഹിച്ച് വലഞ്ഞു പോകും. കാരണം കപ്പലിൽ കാൽവർട്ടിൻ്റെ സ്റ്റോക്ക് ബാക്കിയുള്ളതാണ് അവർക്ക് കൊടുക്കുന്നത്. വീണ്ടും ഷാർലറ്റ് തുടർന്നു, ഇന്ന് ഞാനങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് സ്കൗറ കണ്ടുപിടിച്ചു, എന്നെ മൃഗീയമായി മർദ്ദിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് അവർ ധരിച്ചിരുന്ന ഷർട്ട് ഊരി മാറ്റി. അവരുടെ പുറത്തും ഷോൾഡറിലുമെല്ലാം അതിക്രൂരമായ മർദ്ദനത്തിൻ്റെ പാടുകൾ ചീഫും കാൽവർട്ടും കണ്ടു. ഇനി ഒരിക്കലും ഞാൻ അവിടേക്ക് തിരിച്ചു പോവില്ല, എനിക്ക് നിങ്ങൾ അഭയം തരണം. ചീഫ് ചോദിച്ചു, നിങ്ങളെ കാണാതാകുമ്പോൾ അവർ തരയില്ലേ? അതെന്തായാലും പെട്ടെന്നുണ്ടാവില്ല, കാരണം ഞാൻ റൂമിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങിയത് അവരാരും അറിഞ്ഞിട്ടില്ല. എന്നെ റൂമിലാക്കി വാതിൽ പുറത്തുനിന്ന് അടച്ചിട്ടാണ് സ്കൗറ തിരിച്ചു പോയത്. പിന്നീട് ഞാൻ അവിടെ നിന്ന് ചാടിയത് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ചീഫ് കാൽവർട്ടിനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അപ്പോൾ താങ്കളുടെ സംശയങ്ങളെല്ലാം ശരിയായിരിക്കുന്നു? കാൽവർട്ട് പറഞ്ഞു, വെറും ശരിയല്ല, സംശയങ്ങളെല്ലാം ഉറപ്പായിരിക്കുന്നു. അവർ ഷാർലറ്റിന് ആ കപ്പലിൻ്റെ ലോവർ ഡെക്കിലുള്ള ഒരു റൂം തുറന്നു കൊടുത്തു. ചീഫ് പറഞ്ഞു, നമുക്കെന്തായാലും ഉടനെ വിവരം ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അറിയിക്കണം. ഒരു ട്രൂപ്പ് എയർഫോഴ്സ് കമാൻഡോസ് ഉടനെ ഇവിടെ എത്താനുള്ള ഏർപ്പാട് ചെയ്യണം. കാൽവർട്ട് അവരുടെ ആ ഫേക്ക് എൻജിൻ റൂം തുറന്ന് അദ്ദേഹം ശരിക്കും ഒന്ന് ഞെട്ടി. അവിടെ ഇരുന്ന സ്കോച്ചിൽ നിന്ന് ഒരു ഗ്ലാസ് 3/4 ഭാഗത്തോളം ഒഴിച്ച് കുടിച്ചു. അതിനുശേഷം ചീഫിൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഹൺസ്ലെറ്റിനെ കണ്ടുപിടിച്ചു. ചീഫ് ആകാംക്ഷാഭരിതനായി കാൽവർട്ടിനെ നോക്കി. കാൽവർട്ട് എൻജിൻ റൂമിൻ്റെ അകത്തേക്ക് നടന്നു. പുറകെ ചീഫും. ആ ഫേക്ക് എൻജിൻ ക്യാബിൻ്റെ അകത്ത്
ആകെ ഒട്ടിച്ച് മടക്കിയ നിലയിൽ ഹൺസ്ലെറ്റിൻ്റെ ബോഡി അവർ കണ്ടു. കാൽബർട്ട് ആ ബോഡി ഒന്ന് തൊട്ടു നോക്കി. അതപ്പോഴും ചൂട് മാറിയിട്ടില്ല. കാൽബർട്ട് പറഞ്ഞു, അവർ ഹൺസ്ലെറ്റിനെ കൊന്നിട്ട് 3 മണിക്കൂറിൽ കൂടുതലായിട്ടില്ല. 3 മണിക്കൂറിൽ കൂടുതലായില്ലേ? അപ്പം ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ ഇവിടെ ആരെയും കാണാത്തതെന്താ? അത് നമുക്ക് ആലോചിക്കണം. അവർ രണ്ടാളും കയ്യിൽ സ്കോച്ചുമായി അവിടെ ഇരുന്നു ആലോചന തുടങ്ങി. കാൽബർട്ട് പറഞ്ഞു, താങ്കൾ വരുന്നതിന് മുമ്പായിട്ട് മിക്കവാറും രാവിലെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഇവരിവിടെ എത്തി ഹൺസ്ലെറ്റിനെ കീഴടക്കിയിട്ടുണ്ടാവും. അയാൾക്ക് തോക്കുപയോഗിക്കായിരുന്നില്ലേ? 2-3 ആൾക്കാർ ആയുധങ്ങളുമായി നിൽക്കുമ്പോൾ അവരുടെ അടുത്ത് ഒരു തോക്കും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് സാറിന് അറിയില്ലേ? അതല്ലെങ്കിൽ ഹൺസ്ലെറ്റിനെ പോലെ ഒരാളെ കീഴടക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഏതായാലും താങ്കളിവിടെ വരുമ്പോൾ ഹൺസ്ലെറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, ഇവരുടെ തോക്കിൻ മുന്നിലായിരുന്നു. പക്ഷേ താങ്കളെ കാണാതിരിക്കാവുന്ന രീതിയിൽ എവിടെയെങ്കിലും, മിക്കവാറും ലോവർ ഡെക്കിലായിരിക്കാം അവർ ഒളിച്ചിരുന്നു. ഹൺസ്ലെറ്റിന് മിണ്ടാൻ പോലും പറ്റുമായിരുന്നില്ല. താങ്കളിവിടെ വരുന്നു, ആരെയും കാണുന്നില്ല, തിരിച്ചു പോകുന്നു, ഷാങ്ക്രീലയിലെത്തുന്നു. അവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് താങ്കൾ തിരിച്ചു വരുന്നതിനിടയിൽ അവർ മിക്കവാറും ഹൺസ്ലെറ്റിനെ കൊല്ലുന്നു. ഇതിൻ്റെ അകത്തിരുന്ന ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി ഇതിലേക്ക് അവനെ ഒട്ടിച്ച് മടക്കിയിടുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത്രയും ചെയ്തത് വേറെ ആരുമല്ല, ക്വിന്നാണ്. ബേക്കറേയും ഡെൽമണ്ടിനെയും കൊന്നതുപോലെ, എന്നെ കൊല്ലാൻ ശ്രമിച്ചതുപോലെ അവൻ ഹൺസ്ലെറ്റിനെയും കൊന്നു. ഞാനൊരു സംശയം ചോദിക്കട്ടെ കാൽബർട്ട്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് രാവിലെ തന്നെ അവനെ കൊന്നില്ല? രാവിലെ കൊല്ലാത്തതിൻ്റെ പ്രധാന കാരണം, എന്തെങ്കിലും കാരണവശാൽ ഞാൻ മരിച്ചില്ലെങ്കിൽ ഞാൻ തിരിച്ച് കപ്പലിൽ വന്ന് കയറുമ്പോൾ ഇവനെ ബന്ദിയാക്കി നിർത്തുക എന്നുള്ളതാണ് എന്നെ കീഴടക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ മരിച്ചു എന്ന് ഉറപ്പായിട്ട് മാത്രമേ അവനെ കൊല്ലൂ. വേറൊരു കാര്യം, ഈ എൻജിൻ റൂമിൻ്റെ അകത്ത് എൻജിനില്ല, ബാക്കി ഉപകരണങ്ങളാണ് എന്ന് അവർക്കെങ്ങനെ മനസ്സിലായി? ആ ഉപകരണങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. റേഡിയോ സെറ്റ് അടക്കം എല്ലാം അവർ കൊണ്ടുപോയി കഴിഞ്ഞു. ഇവിടെ കസ്റ്റംസുകാർ ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ അവർ എൻജിൻ റൂമിൽ പ്രത്യേകം നോക്കിയ ഒരു സാധനമാണ് ബാറ്ററി. അപ്പോഴേ ഹൺസ്ലെറ്റ് എന്നൊന്ന് പറഞ്ഞിരുന്നു, എന്താണ് ഇവർ ഈ ബാറ്ററിയോട് ഇത്ര കാര്യമായിട്ട് നോക്കുന്നതെന്ന്. അതെനിക്കിപ്പോഴാണ് മനസ്സിലായത്. ആ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ എവിടേക്ക് പോകുന്നു എന്നാണ് അവർ നോക്കിയത്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ വയർലെസ് സെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിലേക്ക് ബാറ്ററിയുടെ പ്രത്യേക കണക്ഷൻ വരുന്നുണ്ട്. അത് അവർ മനസ്സിലാക്കി. അതോടെ അവർക്ക് മനസ്സിലായി ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് എൻജിനല്ല, മറ്റെന്തോ ഇലക്ട്രിക് എക്വിപ്മെൻ്റ് ആണെന്ന് മനസ്സിലായി. അവർ തടവിലാക്കിയിട്ടുള്ള ആ വ്യക്തിയെയും കൊണ്ട് കാൽബർട്ട് ടോൾബേ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. സർജൻറ്റ് മക്ഡൊണാൾഡ് അവിടെ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഇയാൾക്കെതിരെ കേസെടുക്കാനുള്ള ഒരു പ്രൂഫും താങ്കൾ പറയുന്നില്ല, താങ്കളുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ. കാൽബർട്ട് പറഞ്ഞു, എൻ്റെ കപ്പലിൽ അതിക്രമിച്ച് കയറി എന്ന് പറയാൻ പറ്റില്ലല്ലോ, കപ്പലിലേക്കൊന്ന് വന്ന് കയറി. കാൽബർട്ട് ചോദിച്ചപ്പോൾ, താങ്കൾ പറയുന്നത് കേട്ട കടലിൽ കൂടെ പോകുമായിരുന്ന ഒരാളെ ഞാൻ കപ്പലിലേക്ക് പിടിച്ചു കയറ്റി അയാളെ മർദ്ദിച്ചു എന്നാണോ? കാൽബർട്ടിന് ലേശം ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. ക്രെഡിബിലിറ്റി ഇല്ലാത്ത കുറച്ച് കസ്റ്റംസ് ഓഫീസേഴ്സിന് വേണ്ടി ഇതേ സർജൻറ്റ് മക്ഡൊണാൾഡ് വളരെ ഉഷാറോടെ അവരുടെ കപ്പൽ സെർച്ച് ചെയ്യാൻ വന്നതാണ്. ഇപ്പം ഒരു കേസെടുക്കുന്നതിന് അത്തരം യാതൊരു ഉത്സാഹവും കാണിക്കുന്നില്ല. ഞാൻ ഒരു ഗവൺമെൻറ് സർവൻ്റാണ്. ഞങ്ങളുടെ കപ്പലിൽ അതിക്രമിച്ച് വന്ന ഒരാളെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ഞാൻ കീപ്പ് ചെയ്തു. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ വയ്യെങ്കിൽ പിന്നെ നടപടി ഉന്നതങ്ങളിൽ നിന്നായിരിക്കും. ഉടനെ സർജൻറ്റ് പറഞ്ഞു, ആദ്യം ഞാൻ ഇയാളെ ഡോക്ടറെ കാണിക്കട്ടെ. അയാൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അയാളുടെ മുഖത്ത് അത്രയും പരിക്കുകളുണ്ട്. കാൽബർട്ട് പറഞ്ഞു, അത് അയാളുടെ മുഖത്ത് പരിക്കുണ്ടായിട്ടല്ല, അയാൾ സംസാരിക്കുന്ന ഇറ്റാലിയനാണ്. അത് തന്നെ അയാൾക്കെതിരെ ചാർജ് ചെയ്യാവുന്നൊരു കുറ്റമാണ്. അത്ര രേഖകളോ മറ്റ് ഒന്നുമില്ലാതെ അയാൾ ഇംഗ്ലണ്ടിൽ വന്നു എന്നുള്ളത് തന്നെ അയാൾക്കെതിരെയുള്ള ഒരു കുറ്റമാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ കാൽബർട്ട്
തൊട്ടടുത്തുള്ള ഒരു ടെലിഫോൺ ബൂത്തിൻ്റെ പുറകിലേക്ക് മാറി. അവിടെ വന്നുകൊണ്ട് പോലീസ് സ്റ്റേഷൻ അദ്ദേഹം വീക്ഷിച്ചു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ സർജൻറ്റ് പുറത്തിറങ്ങി. അദ്ദേഹം തൊട്ടടുത്തുള്ളൊരു ബോട്ട് ജെട്ടിയിലേക്ക് നടന്നു. ഒരു ബോട്ടിൻ്റെ അകത്തേക്ക് കയറി അതിൻ്റെ കയറെല്ലാം അഴിച്ചു മാറ്റി അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കാൽവർട്ട് അതിലേക്ക് ടോർച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഷാങ്ക്രീലയിലെത്താൻ തിടക്കമായില്ലേ? സർജൻ്റ് ഒന്ന് ഞെട്ടി. അയാളത് പ്രതീക്ഷിച്ചല്ല. കാൽവർട്ടെല്ലാം പോയി കഴിഞ്ഞു എന്നായിരുന്നു അയാളുടെ വിചാരം. അയാൾ പറഞ്ഞു, ഷാങ്ക്രീലയിലേക്കോ? ആര് പറഞ്ഞു? ഞാൻ. സർജൻ്റ് ആകെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. കാൽവർട്ട് ആ ബോട്ടിലേക്ക് കയറി. എന്തായാലും ഉത്തരമായി, ബോട്ട് വിട്, ഫയർ ക്രസ്റ്റിലേക്ക്. ഫയർ ക്രസ്റ്റിലെത്തിയ അവരെ സ്വീകരിച്ചത് ചീഫ് തന്നെയായിരുന്നു. കാൽവർട്ട് പറഞ്ഞു, ഇത് അഡ്മിറൽ ആർതർ ജാൻസൺ. തുറന്ന് സംസാരിച്ചത് ചീഫായിരുന്നു. താങ്കൾ കസ്റ്റംസ് ഓഫീസേഴ്സിൻ്റെ കൂടെ ഇവിടെ വന്നു. അവർ ശരിയായിട്ടുള്ള കസ്റ്റംസ് ഓഫീസേഴ്സ് അല്ല എന്ന് താങ്കൾക്കറിയില്ലേ? സർജൻ്റ് ഒന്നും മിണ്ടിയില്ല. ഉത്തരം വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു, 2 ദിവസത്തിനകം താങ്കൾ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യപ്പെടും. പെൻഷൻ പോലും കിട്ടാത്ത ലെവലിലേക്ക് മാറും. സർജൻ്റ് വളരെ ദയനീയമായി ചീഫിനെ ഒന്ന് നോക്കി. ചീഫ് പറഞ്ഞു, ഞാൻ അഡ്മിറൽ ആർതർ ജാൻസൺ. ഇത് സീക്രട്ട് ഏജൻറ്റ് ഫിലിപ്പ് കാൽവർട്ട് പീറ്റേഴ്സൺ എന്ന പേരിലാണ് നിങ്ങൾ അറിയുന്നത്. ഉടനെ സർജൻ്റ് വളരെ ദയനീയമായ ഒരു കഥയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മകനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, പോലീസ് ഓഫീസർ തന്നെയാണ്. അതുകൂടാതെ അതിന് താഴെയുള്ള 16 വയസ്സോളം പ്രായമുള്ള അദ്ദേഹത്തിൻ്റെ 2 ആൺകുട്ടികൾ, അവർ ഇരട്ടകളാണ്. സ്കൗറാസും ടീമും തടവിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്കൗറാസ് പറയുന്നത് പോലെ അനുസരിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് നിർവാഹമുള്ളൂ എന്നുള്ളതാണ് സത്യം. ചീഫ് സർജൻറ്റിനെയും കൊണ്ട് നേരെ എൻജിൻ റൂമിലേക്ക് കയറി. ഫേക്ക് എൻജിൻ ക്യാബിൻ്റെ അകത്ത് ഇരിക്കുന്ന ഹൺസ്ലെറ്റിൻ്റെ ഡെഡ് ബോഡി കാണിച്ചു കൊടുത്തു. അതിനുശേഷം ചീഫ് പറഞ്ഞു, ഹൺസ്ലെറ്റ് ഞങ്ങളുടെ മിടുക്കനായ ഒരു ഓഫീസറായിരുന്നു. അയാൾക്കങ്ങനെ ബന്ധുക്കളൊന്നുമില്ല. ഒരു ഓർഫനേജിൽ നിന്ന് ഞങ്ങൾ എടുത്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന ഒരാളാണ്. അയാളുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഫ്യൂണറലിനുള്ള സൗകര്യങ്ങളുണ്ടാക്കണം. മറ്റന്നാൾ വൈകുന്നേരത്തേക്ക്. അതെന്താ സാർ അത്ര നീട്ടി വയ്ക്കുന്നത്? ഞങ്ങൾക്ക് കുറച്ച് വേറെ പരിപാടികളുണ്ട്. ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇതൊന്ന് ശാന്തമാവും മറ്റന്നാൾ ഉച്ചയോടെ. അപ്പോഴേക്കും ഞങ്ങളുടെ കുറച്ച് സഹപ്രവർത്തകരും കൂടി ഇവിടെ വരും. ഞങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാൻ. പിന്നെ താങ്കളുടെ മക്കളെ സുരക്ഷിതരായിട്ട് താങ്കൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുവരെ താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളോട് പറയണം. സർജൻ്റ് പറഞ്ഞു, ഞാൻ വിശദമായി പരിചയപ്പെട്ടത് ആ കസ്റ്റംസ് ഓഫീസേഴ്സിനെയാണ്. ഒരാളുടെ പേര് തോമസ് എന്നാണ് പറഞ്ഞത്. അത് ശരിക്കും എന്താണെന്ന് എനിക്കറിയില്ല. മറ്റേയാളുടെ പേര് ഡ്യൂറാൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ തമ്മിലുള്ള സംസാരത്തിന് എനിക്ക് മനസ്സിലായത് അയാളുടെ ശരിയായിട്ടുള്ള പേര് ക്വിൻ എന്നാണ്. കാൽവർട്ടും ചീഫും പരസ്പരം ഒന്ന് നോക്കി. ഇതുകൂടാതെ എനിക്കറിയാവുന്നൊരു കാര്യം, സർ അന്തോണി സ്കൗറാസ് കഴിഞ്ഞ വർഷം വരെ ഈ രീതിയിലുള്ള ഒരാളായിരുന്നില്ല. എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരാളായിരുന്നു. ഈ വർഷം ആ യാത്ര ഇവിടെ വന്നേ പിന്നെ അദ്ദേഹം ആകെ മാറിയിരിക്കുന്നു. ചീഫ് വീണ്ടും ചോദിച്ചു, താങ്കൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ കാൽവർട്ടിനോട് പറഞ്ഞു ടെലിഫോൺ ലൈനെല്ലാം കംപ്ലൈൻ്റ് ആണെന്ന്. താങ്കൾക്ക് ആ സമയത്ത് എങ്ങനെ മനസ്സിലായി ടെലിഫോൺ ലൈനിലെല്ലാം കംപ്ലൈൻ്റ് ആണെന്ന്? സർജൻ്റ് വളരെ ദയനീയമായി പറഞ്ഞു, സാർ അവരുടെ നിർദ്ദേശപ്രകാരം ഞാനാണ് ആ ലൈന് കട്ട് ചെയ്തത്. എവിടെയാണ്? കുറച്ചപ്പുറത്ത് സൗണ്ട് എന്ന സ്ഥലത്ത്. ശരി, നേരം വെളുക്കുമ്പോഴേക്കും ആ ലൈനെല്ലാം തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇനി ഒരു കാര്യം കൂടി, കാൽവർട്ട് ഇന്നിവിടെ ഒരു ഹെലികോപ്റ്റർ സെർച്ച് നടത്തിയിരുന്നു. ആ ഹെലികോപ്റ്റർ ഇപ്പോൾ ടോർബെ ഐലൻഡിൻ്റെ ഭാഗത്ത് അറ്റ്ലാന്റിക്കിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. അതിൻ്റെ പൈലറ്റ് അതിൻ്റെ അകത്ത് വെടിയേറ്റ് മരിച്ച നിലയിലാണ്. അയാളുടെ ബോഡിയും റിക്കവർ ചെയ്യണം.
സർജന്റ് പോയ സമയത്ത് കാൽവർട്ട് ചീഫിൻ്റെ മുഖത്തേക്ക് നോക്കി. അതുവരെ കണ്ടൊരു ഭാവമല്ല അദ്ദേഹത്തിന്. മുഖമെല്ലാം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്തിരിക്കുന്നു. കണ്ണിലും കാണാൻ ചുവപ്പ്. അദ്ദേഹം കാൽവർട്ടിനോട് നോക്കി വളരെ ഗൗരവത്തിൽ ചോദിച്ചു, കാൽവർട്ട്, ക്വിൻ എന്ന് പറയുന്നവനെ എനിക്ക് കൊല്ലാൻ പറ്റുമോ? സന്തോഷത്തോടെ ചെയ്യാം സർ.